ബാക്ക് ടു ചാരു സർക്കിൾ. ഇന്ന് നമ്മൾ ബോട്ടിൽ ഒരു പെയിന്റിംഗ് ആണ് ചെയ്യാൻ പോണത്. ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് അത് നമുക്ക് ബോട്ടിൽ എങ്ങനെ, അല്ലെങ്കിൽ ഫ്ലവർ വേസ് എങ്ങനെ ബോട്ടിൽ ചെയ്യാമെന്ന് നോക്കാം. അത് ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ആദ്യത്തെ ബോട്ടിൽ കണ്ടവർ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സംശയമാണ് ബോട്ടിൽ പെയിന്റ് നിൽക്കുന്നില്ല, ഏത് പെയിന്റാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഒരു ചെറിയ വേർഷൻ തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു. അതിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ട് എന്താ പറയുക, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫ്ലവർ വരയ്ക്കുന്നു, അല്ലെങ്കിൽ ഫ്ലവർ വേസ് നമ്മൾ ബോട്ടിൽ വരയ്ക്കുന്നു എന്ന് പറയേണ്ടി വരും. ഫ്ലവർ വേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പെയിന്റിംഗ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഫ്ലവർ വേസ് അല്ലെങ്കിൽ ഫ്ലവർ വരയ്ക്കാനായിട്ട് ഒരു ബ്രഷ് മതിയാവും. പിന്നെ നമ്മൾ എടുക്കുന്ന പെയിന്റ് അക്രിലിക് പെയിന്റ് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ബേസ് കോട്ട് ജിസോ അല്ലെങ്കിൽ പ്രൈമറായിട്ട് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ജിസോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ജിസോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജിസോ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ പറയുക പെയിന്റ് യൂസ് ചെയ്യാം. ആദ്യം കുറച്ച് ക്ഷമയോടെ കുറച്ച് സമയം വേണം. കാരണം കുപ്പി ക്ലീൻ ചെയ്ത് അതിന് ബേസ് കോട്ട് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമ്മൾ കളർ ചെയ്യുന്നത് അക്രിലിക് കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി എങ്ങനെയാണ് ആ ഫ്ലവർ ബാസ്ക്കറ്റ് എങ്ങനെ നമുക്ക് ബോട്ടിൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ കുപ്പി എടുത്തിട്ടുണ്ട്. കുപ്പി നമ്മൾ കഴുകി തുടച്ചതിന് ശേഷം ബേസ് കോട്ട് 2 തവണ ബ്ലാക്ക് ബേസ് കോട്ട് കൊടുത്തു. നന്നായിട്ട് ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ ബേസ് കോട്ട് അപ്ലൈ ചെയ്യാം കുപ്പിയിൽ. നന്നായി ഉടക്കിയ ശേഷം ഇനി നമുക്ക് വേണ്ടത് പെറ്റൽസ് ചെയ്യാൻ വേണ്ടി ഒരു റൗണ്ട് ബ്രഷാണ് വേണ്ടത്. സ്പോഞ്ച് കൊണ്ട് ചെയ്യാൻ പറ്റില്ല, റൗണ്ട് ബ്രഷിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി മഞ്ഞ കളറാണ് കൊടുക്കാൻ പോണത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറ് ചേഞ്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ മഞ്ഞ കളർ കൊടുക്കുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വെറുതെ ടച്ച് ചെയ്ത്, അതായത് വാട്ടർ യൂസ് ചെയ്യാതെ, വെള്ളം യൂസ് ചെയ്യാതെ വേണം ചെയ്യാൻ. അപ്പോൾ വെറുതെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം നന്നായിട്ട് പ്രസ് ചെയ്ത് പേപ്പറിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ പാടില്ല. അതിലൊരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ ഓറഞ്ച് കളറൊന്ന് ഷെയ്ഡിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ട 2 തരത്തിലുള്ള പച്ച കളറാണ്. അതിൽ രണ്ടും കൂടെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത്, അതായത് രണ്ടിലും ഒന്ന് ഡിപ്പ് ചെയ്യുക ബ്രഷ്. എന്നിട്ട് സ്റ്റെമ്മ്, അതായത് തണ്ടുകൾ കൊടുക്കാം, വള്ളികൾ കൊടുക്കാം. പിന്നെ വേണ്ടത് ഇലകൾ കൊടുക്കാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇലകളുടെ അതായത് വിടർന്ന ഇലകളാണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ചെറിയ ഇലകളാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ ചെയ്യാം. അപ്പോൾ ഇലകളെല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഒരു സ്റ്റിക്ക് എന്തെങ്കിലും എടുത്തിട്ട് നമുക്കൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. യെല്ലോയിൽ ഡിപ്പ് ചെയ്ത് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, മൊട്ടുകൾ പോലെ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. റെഡ് കളറ് എടുത്തിട്ട് നമുക്ക് പൂവിൻ്റെ നടുഭാഗത്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ബാസ്ക്കറ്റ്. ഞാൻ റെഡ് കളറാണ് ബാസ്ക്കറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ബാസ്ക്കറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം.
ബാസ്ക്കറ്റും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുപ്പി ഏകദേശം ഫ്ലവറും ബാസ്ക്കറ്റും എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ട് കുപ്പിയുടെ മുകൾ ഭാഗത്തുനിന്ന് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഒരു നൂലെടുത്തിട്ട് വൂളൻ നൂലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വാർണിഷ് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ എനിക്ക് ഷൈനിങ് കൂടുതലായിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റിലിരിക്കുന്ന കുപ്പിയിലായിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയോടെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്